ഏവർക്കും ഹിബാസ് ഫുഡ് വില്ലയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഉന്നക്കായയുടെ റെസിപ്പിയാണ്. പോകാം വീഡിയോയിലേക്ക്. ഉന്നക്കായ തയ്യാറാക്കുന്നതിനായിട്ട് 3 പഴുത്ത ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു ഇഡലിത്തട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഏത്തയ്ക്ക രണ്ടായി കട്ട് ചെയ്ത് ഇഡലിത്തട്ടിൽ വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. ഏത്തയ്ക്ക വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. ഇതിനായി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത്. നട്ട്സ് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നട്ട്സ് അത്യാവശ്യം ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുന്തിരി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നട്ട്സും മുന്തിരിയും അത്യാവശ്യം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുറി തേങ്ങ തിരിങ്ങിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ തിരിങ്ങിയത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇവ മൂന്നും നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിനായിട്ട് 3-4 ഏലക്ക തല്ലിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്ക ചേർത്തതിന് ശേഷം ഇത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. ഇതെല്ലാം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഫില്ലിംഗ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നേരത്തെ വേവിക്കാൻ വെച്ചിരുന്ന ഏത്തപ്പഴം വെന്തിട്ടുണ്ടാവും. അത് നമുക്ക് നോക്കിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഏത്തപ്പഴം നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട്. ചെറു ചൂടോടുകൂടി തന്നെ ഏത്തപ്പഴത്തിൻ്റെ തൊലി ഇളക്കിയതിന് ശേഷം രണ്ടായി കട്ട് ചെയ്തെടുത്ത് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തുള്ള ആ സീഡൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതെല്ലാം ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഏത്തപ്പഴം നന്നായി തന്നെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി കയ്യിലേക്ക് അല്പം ഓയിൽ തടവിയതിന് ശേഷം ഇതിൽ നിന്നും കുറേശ്ശെ എടുത്ത് കൈയുടെ വെള്ളയിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇതേ രീതിയിൽ തന്നെ പരത്തിയെടുത്തതിനു ശേഷം ഇതിൻ്റെ നടുഭാഗത്തായി ഫില്ലിംഗ് നിറയ്ക്കാം. ഇനി ഇതിൻ്റെ ഫില്ലിംഗ് മറയത്തക്ക രീതിയിൽ ഇത് കവർ ചെയ്തതിനു ശേഷം ഒരു ഓവൽ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. ഇതിൻ്റെ ഫില്ലിംഗ് എല്ലാം നല്ല രീതിയിൽ തന്നെ കവറായിട്ടുണ്ട്. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതെല്ലാം ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്യുന്നതിനായി ഒരു ഇരുമ്പ് ചട്ടിയിലേക്ക് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം.
ഇതിൻ്റെ ഒരു ഭാഗം നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉന്നക്കായ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇപ്പോൾ നോമ്പ് കാലമായതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി.